ചേരുന്നുണ്ട് മധു. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ബിന്നിലുമൊക്കെ നേരത്തെ പങ്കുവച്ചത്. എന്തായാലും 20 മീറ്റർ അകലെ നദിയിൽ ആ വാഹനമുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുമ്പോൾ ഇനിയുള്ള നിമിഷങ്ങളിൽ എങ്ങനെയാണ് പരിശോധന എന്ന് ഔദ്യോഗികമായ ഒരു വിവരം നൽകുന്നുണ്ടോ? യോഗം ഇപ്പോഴും തുടരുകയാണ്. യോഗം അവസാനിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരം. പക്ഷേ ഇപ്പോ ബിനിലും അസീത്തും പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. 15 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40-50 അടി താഴെയാണ് ഇത് കിടക്കുന്നത്. ഈ 40-50 അടി താഴെ കിടക്കുമ്പോൾ അതിന് മുകളിലുള്ള മണ്ണ് മാറ്റണം, മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യണം എന്നുള്ളത്. അത് മണ്ണ് ചെളി ഓരോ നിമിഷവും കൂടുതലായി വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അത് എളുപ്പത്തിൽ അത് ഒരു ഏതെങ്കിലും മുങ്ങൽ വിദഗ്ധർക്ക് എളുപ്പത്തിൽ ചെന്ന് മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അതിന് കൂടുതൽ സമയമെടുക്കും. കാലാവസ്ഥ വലിയ തിരിച്ചടിയുമാകും. കാരണം മഴ ഇങ്ങനെ ഇത്ര രൂക്ഷമായി തുടരുകയാണെങ്കിൽ അതിന് എത്ര സമയമെടുക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ നേവിക്ക് അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് മണ്ണ് പൂർണ്ണമായും ഡ്രഡ്ജ് ചെയ്ത് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പരിഗണിച്ചേക്കും. പക്ഷെ അപ്പോഴും ഇത് എത്ര നേരം നീളുന്ന ഒരു പ്രക്രിയയായിരിക്കും എന്നത് എളുപ്പത്തിൽ നിർണയിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു. ആദ്യത്തേതിൽ നേരത്തെ SP പറഞ്ഞ ഒരു കാര്യവും അത് തന്നെയാണ്. ഭാരത് ബെൻസിന്റെ അതിനുള്ള ആ വിധത്തിലാണ് കാര്യങ്ങൾ എന്ന വിധത്തിൽ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ആദ്യത്തെ സ്ഥാനത്ത് കണ്ടത് ഇപ്പോൾ പറഞ്ഞതുപോലെ 15 മീറ്റർ ആഴത്തിലുള്ള 20 മീറ്റർ അപ്പുറത്തുള്ള ആ വണ്ടി തന്നെയാണ്, ആ ട്രക്ക് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്നു. അതനുസരിച്ചുള്ള ഉറപ്പിക്കലുകളാണ് കർണാടക സർക്കാരും ഇപ്പോൾ നടത്തുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു അന്വേഷണം ഒരു കാരണവശാലും പരാജയപ്പെട്ട് മടങ്ങില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ കാലാവസ്ഥ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മഴയും കാറ്റും ആകുന്നു. ഇത് തീർച്ചയായും നമ്മളവിടെ നിന്നപ്പോൾ തന്നെ ആ മഴയുടെ ചെറിയൊരു മഴ തന്നെ ആ നദിയിലുണ്ടാക്കിയ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഓരോ തവണയും ഈ പ്രദേശത്ത് ഈ കാറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് മറ്റ് പല നദികളും ഇവിടേക്ക് വന്നു ചേരുന്നത് കൂടിയാണ്. അപ്പോൾ ആ വളഞ്ഞൊഴുകുന്ന ആ പ്രത്യേക ആ ടേണിംഗ് പോയിന്റ് ആണത്. അവിടെ നിന്ന് ആ തിരിവിൽ, നദിയുടെ ആ തിരിവിൽ തീർച്ചയായും കുത്തൊഴുക്ക് കൂടുതലാണ്. വലിയൊരു വെള്ളപ്പാച്ചിലുണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുണ്ടാക്കുന്ന ചുഴികളും മറ്റും, ആ ചുഴികളിലൂടെ ആ ചുഴികൾ അടക്കമുള്ള അതിനെ മറികടന്നുകൊണ്ട് വേണം ഈ വണ്ടിയിലേക്ക് എത്താൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവിഷ്, അതിന് എത്ര സമയമെടുക്കും എന്ന് തീർച്ചയായും പറയാനാവില്ല. പക്ഷെ എത്ര സമയമെടുത്താലും അവിടെ ചെന്നെത്തും, അത് ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള നിശ്ചയദാർഢ്യം മനുഷ്യനോട് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ശാസ്ത്രീയമായി അത് എത്രത്തിൽ വേഗത്തിൽ ചെയ്യാൻ കഴിയും. മധു, ഇപ്പോ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞോ, അതിനനുസരിച്ചുള്ള കൂടുതൽ സംവിധാനങ്ങളൊക്കെ വേണ്ടി വരില്ലേ? അതൊക്കെ ഉടനെ എത്തിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ഈ യോഗത്തിൽ, സംയുക്ത യോഗത്തിൽ എടുക്കുന്നുണ്ടാകും. അത് ഇന്നിനിപ്പോ സാധ്യമാകും തോന്നുന്നില്ല. നാളെ രാവിലെയോടെ ആ രീതിയിലുള്ള ഒരു പരിശോധന ആരംഭിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനം. കാരണം അത് ഞാൻ രാവിലെ മുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുക താരതമ്യേന എളുപ്പമാണ്. കാരണം ദേശീയ പാതയാണ്. ഇവിടേക്ക് ഈ വാഹനങ്ങളെല്ലാം ഇന്ന് ഈ വലിയ മണ്ണുമാന്തി എത്തിച്ചതിന് സമാനമായ വിധത്തിൽ വാഹനങ്ങളും സംവിധാനങ്ങളും എത്തിക്കുക വളരെ താരതമ്യേന എളുപ്പമാണ്. മറ്റൊരു മലയോര മേഖലയിലേക്ക് കൊണ്ടുചെല്ലുന്നതിന് ആ വിധത്തിലല്ല. വിശാലമായ പാതയുണ്ട്, ദേശീയ പാത തന്നെയുണ്ട്. അതുകൊണ്ട് എത്തിക്കുക എളുപ്പമാണ്. പക്ഷേ അത് എത്രത്തോളം വേഗം എന്നുള്ളത് ഇനി എന്തായാലും നാവികസേനയും കരസേനയും എല്ലാം, ദുരന്ത നിവാരണ സേനയും എല്ലാം ഇത് അതിവേഗം ഇത്രനാൾ തെരച്ചിലിന് ശേഷം കണ്ടെത്തി കഴിഞ്ഞു. ഈ കണ്ടെത്തുകയായിരുന്നു ഏറ്റവും പ്രധാനം. കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇനി അതിശീഘ്രം ചെയ്യാനാകും എന്നുള്ള വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് അധികം മുന്നോട്ട് രാത്രിയും തെരച്ചിൽ തുടരും എന്നൊക്കെയാണ് MLA പറഞ്ഞത്. അത് പക്ഷെ എത്രത്തോളം എന്നുള്ളത് കാലാവസ്ഥയുടെ കാര്യം നോക്കുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വാനം വല്ലാതെ ഇരുട്ട് മൂടി മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ നിമിഷം തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ അത് എളുപ്പമല്ല. പക്ഷെ അപ്പോഴും വരും ദിവസങ്ങളിൽ നാളെ ഇക്കാര്യത്തിൽ കുറെ കൂടി വലിയ പരിശോധന, നാളെ കൂടുതൽ സേനാ വിഭാഗങ്ങൾ എത്തുന്നുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് കരസേനയും നാവികസേനയും പുതിയ യന്ത്ര സംവിധാനങ്ങളുമായി, ആധുനിക യന്ത്ര സംവിധാനങ്ങളുമായി എത്ര വേഗത്തിൽ അത് പുറത്തെടുക്കാൻ കഴിയും, എത്ര വേഗത്തിൽ അത് പുറത്തെടുക്കും എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. തീർച്ചയായും അതിനുള്ള സംവിധാനം നമുക്കുണ്ട്, അതിനുള്ള ശാസ്ത്രീയമായ യന്ത്ര സംവിധാനം നമുക്കുണ്ട്. അത് എത്രത്തോളം വേഗത്തിൽ അത് എത്തിപ്പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. ദിവിച്ച്,
ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ശിരൂരിൽ നിന്ന് വരുന്നത്. ലോറി കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. നാവികസേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർണാടക സർക്കാർ തന്നെ ഔദ്യോഗികമായി അത് വിശദമാക്കുന്നു. ഒപ്പം കർണാടക പോലീസും അത് അർജുന്റെ വാഹനമാണ് എന്ന് തന്നെ ഉറപ്പിക്കുന്ന വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ.